നമസ്കാരം. ഇത് Once Upon a Time സീസൺ 4 സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. അങ്ങനെ Once Upon a Time സീസൺ 4ന്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ്, അതിപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി ആയിക്കൊള്ളട്ടെ, പാട്ടായിക്കൊള്ളട്ടെ, ഡാൻസ് ആയിക്കൊള്ളട്ടെ, അതൊന്നും മോശമായി എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ അതിന് വേണ്ട ഹാർഡ് വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷെ നമ്മളത് അൺസക്സസ്ഫുൾ ആയിട്ട് മാറുന്നതായിരിക്കും. അതാരാ ബഹളം വെച്ചേ? ഹലോ. ഓക്കെ, നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ടെന്നതിനുള്ളൊരു വലിയൊരു ഉദാഹരണമാണ് ആദ്യത്തെ ബഹളം തന്നെ. നല്ലൊരു സ്വീറ്റ് വോയിസ്. മോളുടെ പേര് ജാൻവി. എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 2 വയസ്സ്. മോളാണല്ലേ? എന്താ പേര്? നിങ്ങളുടെ പേരെന്താ? സവിത. സവിത. ഓക്കെ, സവിത വരുന്നത് പാവർട്ടി കോളേജിലെ ഫാക്കൽറ്റി ആണോ സ്റ്റുഡന്റ് ആണോ? ഫാക്കൽറ്റി ആണ്. ഫാക്കൽറ്റി ആണ്. ഓക്കെ, അപ്പൊ ഹാർട്ടി വെൽക്കം. നമ്മുടെ ഷോയിൽ ആദ്യം ഇത്രയും കുഞ്ഞൊരാള് വരുന്ന കേട്ടോ. എനിവേ, അപ്പോൾ നമ്മുടെ ഓഡിയൻസിനെ വെൽക്കം ചെയ്തിരിക്കുന്നു. പക്ഷെ നമ്മുടെ ഷോയുടെ ഒരു ഇനവിറ്റബിൾ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജഡ്ജസ് ആണ്. സോ ഒരുപാട് സ്നേഹം നൽകിക്കൊണ്ട് നമുക്ക് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശ്രീ രമേശ് പിഷാരടി ആൻഡ് രചന നാരായണൻകുട്ടി. നമ്മുടെ Once Upon a Time സീസൺ 4 വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ് എന്ന ഒരു ടാഗ് ലൈനിൽ ഭയങ്കര ഒരു പോപ്പുലാരിറ്റിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ അടുത്ത ഒരുപാട് എൻട്രീസ് ഒക്കെ വരുന്നുണ്ട്. ഹൗ ഹാപ്പി യു ഫീൽ? നമ്മുടെ രചനയോട് ചോദിക്കാൻ അറിയാം. വളരെ 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 സന്തോഷം. കാരണം ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും അറിയില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്രയും കഴിവുള്ള തീർച്ചയായിട്ടും ലേഡീസ് ഉണ്ട്, അതും കോമഡി പറയാനായിട്ട് എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. കാരണം സ്ത്രീകൾ മുന്നിലേക്ക് വരിക, കോമഡി പറയാൻ വരിക. കാരണം ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ സിനിമകളിലാണെങ്കിലും ഒരുപാട് കോമഡി ചെയ്യുന്ന ഒരു ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ടാലന്റ് കണ്ടിട്ട് ഇതുപോലെയുള്ള ടാലൻസിനെ സിനിമയിലേക്ക് എടുക്കാൻ ചാൻസസ് കൂടുതലാണ്. ശരിക്കും അങ്ങനെ കുറച്ച് വേക്കൻസീസ് ഉണ്ടല്ലേ? ഉറപ്പായിട്ടുണ്ട്. മാത്രമല്ല, ഇതിനു മുമ്പ് നമ്മൾ 2-3 വർഷത്തോളം സ്റ്റാൻഡ് ഫണ്ട്സ് അപ്പോൺ ടൈം നടത്തിയപ്പോഴും അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിരുന്നു. പക്ഷെ അതിന്റെ പ്രപ്പോർഷൻ വളരെ കുറവായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, പലരും പറഞ്ഞു കേട്ട ഒരു കാര്യം, ഈ ആൺകുട്ടികൾ തമാശ പെറുക്കിയെടുത്തോണ്ട് വരുന്ന പ്രദേശത്തുനിന്നേ അല്ല പെൺകുട്ടികൾ തമാശ പെറുക്കിയെടുത്തോണ്ട് വരുന്നത്. ഇത് വേറൊരു സ്ഥലത്തു നിന്നാണ് ഇവര് തമാശ എടുത്തോണ്ടിരുന്നത്. നമ്മുടെ ഇവിടെ ഉപയോഗിക്കപ്പെട്ട നമ്മുടെ നാട്ടിലെ നാട്ടിൻപുറത്തിലെയും നഗരത്തിലെ എല്ലാം വേറൊരു പ്രദേശങ്ങളിൽ, വേറെ ഒരു ഭൂമികയിൽ നിന്നുമാണ് ആൺകുട്ടികൾ പലപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരിൽ പലരും വളരെ ഹൗസ് ഹോൾഡായിട്ട് നമുക്ക് ഡയറക്റ്റ് വീട്ടിലിരിക്കുന്ന TV പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളിലെ നല്ല നർമ്മങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് വന്ന് അവതരിപ്പിക്കുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ആൺകുട്ടികളുടെ മത്സരം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നപ്പം ഏതാണ്ടൊരു ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ വനിതകൾക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് കോമഡി നടത്തി തുടങ്ങിയപ്പം എല്ലാ ഏജ് ഗ്രൂപ്പിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തിത്തുടങ്ങി. പ്രേക്ഷകരുടെ വരെ ഇപ്പൊ നീ കണ്ട പോലെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വന്നു തുടങ്ങി. അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ഇവരെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചിരിപ്പിക്കാനാണ്, നമ്മളെ സന്തോഷിപ്പിക്കാനാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പം നമ്മൾ രചന പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ നിന്നല്ലേ അഭിനയ രംഗത്തേക്ക്, സിനിമാ രംഗത്തേക്ക് ഒരുപാട് താരോദയങ്ങൾ കൂടി ഉണ്ടാകട്ടെ. ഞാൻ കാണുന്ന കാലം തൊട്ട് ഏതാണ്ട് ഒരു 25 വർഷത്തിലധികമായി ഒരേ പ്രായത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഈ താത്ത എന്ന് പറയുന്നത്, അല്ലേ? അടിപൊളി. എന്തൊരു കണ്ണില് കണ്ണുസുഖേടാണോ കണ്ണടിച്ചിരിക്കുന്നത്? പിന്നെ കാറ്ററാക്ട്. ഇതാണ് കുഴപ്പം. പാവപ്പെട്ടവനൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വന്ന് ഞാൻ അപ്പൊ തന്നെ ചോദിക്കും കണ്ണീ സൂക്കേടാണ്, കണ്ണോപ്പറേഷൻ ചെയ്താണ്, ഇതെല്ലാം ചോദിക്കും അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അല്ല പിഷാരടി, ഈ മമ്മൂക്ക എല്ലാ ഫംഗ്ഷനിലും ചെല്ലുമ്പോ ഓരോരോ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ മാറി മാറി വെച്ചോണ്ട് പോകും. അപ്പൊ നീ ചോദിക്കാറില്ല കണ്ണീ സൂക്കേടാണോ? അതെങ്ങനെ ചോദിക്കും? അതെന്താ? മമ്മൂക്കല്ലേ? അതൊരു എവർഗ്രീൻ നിക്ക, ഇതൊരു എവർഗ്രീൻ താത്ത. എന്നാ പിന്നെ താത്തായും രമേശ് ഏട്ടനും രചനയും ഒരുമിച്ച് നിങ്ങളുടെ സീറ്റുകളിലേക്ക് പോയട്ടെ. നല്ലൊരു കൈ. മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി.
എനിക്ക് ഇത് എന്റെ സീറ്റാ. അങ്ങനെ എന്റെയാ. എന്താ അവിടെ അവിടെ അവിടെയാ. കണ്ണ് കാണാത്തോണ്ട് ഇവിടെ മാറി വന്നിരുന്നാണോന്ന് അവിടെ മറന്നു അങ്ങോട്ട്. ആ അവിടെ ഇവിടെ ഇരുന്നോട്ടെ പ്ലീസ്. ഉത്തരവ്. അങ്ങനെ with this നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് ഈ പെർഫോമൻസുകൾക്കൊടിയിൽ വിജയികളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് ആൻഡ് പറക്കാട് നേച്ചർ റിസോർട്ട്സ് ആണ്. ലെറ്റ്സ് വെൽക്കം ദ കണ്ടസ്റ്റന്റ്സ് ഓഫ് ദി എപ്പിസോഡ്, ലിയ അൻഷാദ് ആൻഡ് സാൻഡി. ഒരിക്കൽ കൂടി സ്വാഗതം. രണ്ടാം ടൈമാണ് വരുന്നത്. ആൻഡ് സാൻഡി യു കമ്മിങ് ഫോർ ദി ഫസ്റ്റ് ടൈം. വെൽക്കം. ഓക്കെ, അപ്പം നേരത്തെ വന്ന ആളോട് ചോദിക്കാം അല്ലേ? അതെ അതെ. പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. ഓഫ് കോഴ്സ് നമുക്കറിയാം, വൈറലാണ് വീഡിയോ. ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതുവരെ ചെയ്തതിന് നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയത്. ഈ സ്റ്റേജിന്റെ ഒരു പ്രത്യേകതയാന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന മറ്റൊരാളും കൂടെ ഉണ്ട്, അത് ഞാനാ. അതിപ്പോ അദ്ദേഹം എല്ലാം ഫ്രീയാ. മുതലാളിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാലോ. ഫ്രീ എന്ന് മാത്രമല്ല, ഫ്രീക്കൻ. പിന്നല്ലേ എവർഗ്രീൻ ഫ്രീക്കൻ. ഒരു എവർഗ്രീനും ഒരു ഫ്രീക്കനും. പിന്നെ നമ്മളെന്തായി നടുക്ക് റിട്ടൺ നാരായണൻകുട്ടി. അല്ല, ഫ്രീക്കൻ എന്ന് പറഞ്ഞപ്പോഴാ സാൻഡി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ലുക്ക്. ഒരു ഫ്രീക്ക് ലുക്ക്, ആക്ച്വലി ഇൻഡോ വെസ്റ്റേൺ ലുക്ക് അല്ലേ? പട്ട് സാരി, മുടി അഴിച്ചിട്ട് ഫ്രണ്ടിലേക്ക്, ആൻഡ് യു ആർ വെയറിംഗ് എ ഷൂസ്. അതിന്റെ കൂട്ടത്തിൽ ഷൂസ്. അടിപൊളി. വളരെ പണ്ട് ശില്പ ഷെട്ടി ഒരു ഹിന്ദി പരിപാടിയിൽ ഇതിന്റെയൊക്കെ ഒരു തുടക്കം തുടങ്ങിയതും അന്ന് വലിയ ചർച്ചയാകുകയും ചെയ്തു. ശില്പ ഷെട്ടി ഇതുപോലെ ഒരു നല്ല പ്ലെയിൻ സാരിയുടെ കൊടുത്ത് ഒരു ലെതർ ബെൽറ്റും കെട്ടിക്കൊണ്ടുവന്ന അരയില്. ഒരുപാട് പേര് അന്ന് കുറെ ചർച്ച ചെയ്തു, എന്തിനിങ്ങനെ ചെയ്തു. ഇപ്പോഴല്ലേ, ഞാൻ തുടങ്ങിയ കാലമാണ് പറഞ്ഞത്. അതിപ്പോ ഭയങ്കര ഫാഷനാന്ന് പറയുന്നു. ഡയാന പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല. നമുക്ക് ആകെ എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഫാഷനുകളെ കുറിച്ച് അറിയാനും. താത്തക്ക് ഓൾറെഡി നടുവേനയുടെ ബെൽറ്റ് അകത്തുണ്ട്. നടുവിന് മാത്രമല്ല മോനെ, എല്ലാ പാർട്സിനും ബെൽറ്റാ. വീരാനിക്ക ബെൽറ്റോ ബെൽറ്റ്. സാൻഡിയോട് വിശേഷം ചോദിച്ചാലോ? സാൻഡി എവിടുന്നാ വരണേ? ഞാൻ ആലപ്പുഴ. ഓക്കെ, ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈമാണ്. വെരി ഫസ്റ്റ് ടൈം ഡൂയിങ് എ കോമഡി തിങ്. യെസ്. അടിപൊളി. സാൻഡിക്ക് കോമഡി പറയാൻ പറ്റുന്ന ആരാ കണ്ടുപിടിച്ചത്? ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. ഏത് നിമിഷത്തിലായിരുന്നു കണ്ടുപിടിച്ചത്? അത് ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാരും ഞാൻ എന്തൊക്കെയോ പറയുമ്പോ ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തായാലും ആൾക്കാർ അങ്ങനെയല്ല, കണ്ടുപിടിച്ചിട്ടല്ലേ ഇവിടെ വന്നത്. അത് ഇവിടെ അല്ലല്ല, കണ്ടുപിടിച്ചിട്ടല്ല ഇവിടെ വന്നത്. പിന്നെ എങ്ങനെ വന്നു? ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന്, എനിക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ചുമ്മാ വരാനായിട്ട് എറണാകുളം സ്റ്റേഷനല്ലേ? ഈ വർഷം എനിക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വർഷം തുടങ്ങിയ സമയത്ത് ഓക്കെ എന്തായാലും ഒരു എന്താ പറയാ, പുതിയ വർഷമാണ്, നന്നാവണം എന്നല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് എന്താ പറയാ ടു ഡു സ്റ്റഫ് ഇട്ടു. അപ്പൊ അതിൻ്റെ അകത്തുള്ളതായിരുന്നു ഒരു പണി അറിയാത്ത ഒരു ഏതേലും ഒരു മേഖലയില് ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ എത്ര പേര് അതിൽ അങ്ങനെ സക്സസ്ഫുൾ ആവുന്നു? ഇപ്പൊ പണി അറിഞ്ഞിട്ടാണോ ഡയാന ഈ നിലയിൽ എത്തി നിൽക്കുന്നത്? ആലപ്പുഴ. അതെ അതെ. ബീച്ചിലൊക്കെ പോവാറുണ്ടാ? ബീച്ചില് കാണാൻ താത്തയുടെ കയ്യിൽ ഇതല്ല, ഇതിലും വലിയ അടാർ ഐറ്റംസ് ഉണ്ട്. ഒരു കഥ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട്. താത്ത വായിക്കാൻ പറ്റണല്ലോ അവനെ. കണ്ണ് കാണാനുള്ള. എന്നാ കേട്ടോ, സ്വന്തമായിട്ട് ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങണം എന്നുള്ളതായിരുന്നു നായകന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനയാൾ ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് പേരിട്ടു. കമ്പനി തുടങ്ങുവാൻ അയാൾ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി നടന്നു. ISI മുദ്ര കാണിക്കണം എന്നാവശ്യപ്പെട്ട സർക്കാർ ജീവനക്കാരനെ നായകന്റെ അളിയൻ നല്ല കണക്കിന് തല്ലി. അത് നാട്ടിൽ ഭയങ്കര വിഷയമായി. ഇതോടെ തഹസീൽദാർ അനുമതി കൊടുക്കില്ല എന്ന കാര്യം ഉറപ്പായി. തുടർന്ന് നായകൻ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി അയാൾ വഴി ചോദിച്ച് തഹസീൽദാരുടെ വീട്ടിലെത്തി. അപ്പോൾ തഹസീൽദാറിന്റെ നൈറ്റി എടുത്തിട്ട് പ്രശ്നമുണ്ടാക്കി. തുടർന്ന് നോവലിസ്റ്റായ സുഹൃത്ത് തഹസീൽദാരെ കുറിച്ച്
ഇല്ലാത്ത ഒരു കഥ എഴുതുവാൻ തുടങ്ങി. ഒരു ഗസറ്റഡ് യക്ഷി എന്നുള്ള പേര്. ആ സിനിമ തിയേറ്ററിൽ റിലീസായ ശേഷമാണ് തൻ്റെ തിരക്കഥ മോഷ്ടിക്കപ്പെട്ടു എന്ന സത്യം അയാൾ തിരിച്ചറിയുന്നത്. ഞാൻ പറയാം കഥ മോഷ്ടിച്ച സുഹൃത്ത് അവരുടെ സൂപ്പർ സ്റ്റാറായി മാറി എങ്കിലും നായകൻ തൻ്റെ സിനിമ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഒപ്പം ആ BGM സ സ സ സിനിമ പവകനി സ സ സ സ സിനിമ. അടിപൊളി കഥ. ഞാൻ പറയാം ആ പറഞ്ഞോ. 3 ലാലേട്ടന്റെ സിനിമയാണ്. ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് മിഥുനം അയാൾ കഥ എഴുതുകയാണ്, ഉദയനാണ് താരം. സൂപ്പർ, അടിപൊളി. സാൻഡിക്ക് കിട്ടിയായിരുന്നോ ഇത് മൂന്നും? ഞാൻ മാട്ടുപ്പെട്ടി മച്ചാനാ ഫസ്റ്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. മാട്ടുപ്പെട്ടി മച്ചാനോ? മുകേഷ് ഏട്ടന്റെ പടം അല്ലായിരുന്നു? അല്ലല്ല, അല്ലല്ല, ഈ പറഞ്ഞത് correct ആണ്. സ്വന്തമായിട്ട് Shiny ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുന്നതൊക്കെ മാട്ടുപ്പെട്ടി മച്ചാനാണോ? ഈ പെൺകുട്ടിയാണോ സാർ ഇത്ര നാൾ അയ്യോ, 14 ഈ കുട്ടി വർഷമായിട്ട് സാരിയെ കൊടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആള് ചെറിയ കുട്ടിയാണ്. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുഞ്ഞു കുട്ടിയാ. അതിന് അതിന്റെ സിനിമ ഇത് യൂണിവേഴ്സിറ്റി എക്സാം അല്ല ഇവിടെ നടക്കുന്നത്. എന്നാലും ഡിഗ്രി സെക്കൻഡ് ഇയർ പ്രശ്നമല്ല. ശരി. അപ്പൊ ലിയ പറഞ്ഞ ഉത്തരം ശരിയാണല്ലേ? മിഥുനം അയാൾ കഥ എഴുതുകയാണ്, പിന്നെ ഉദയനാണ് താരം. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ ഇന്ന് ഇവിടെ ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത് ലിയയാണ്. ഓൾ ദി ബെസ്റ്റ് ലിയ, തകർക്കൂ. താങ്ക് യു. നമസ്കാരം, ഞാൻ ലിയ അൻഷാദ്. ഡാഡീസ് പ്രിൻസസ്, മമ്മീസ് ഏഞ്ചൽ, ഭർത്താവിന്റെ പരാതിപ്പെട്ടി, നിങ്ങളുടെയൊക്കെ ചെല്ലക്കുട്ടി. നമ്മളെ മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് ഡയലോഗാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ, അല്ലേ? അതെ. എല്ലാത്തിനും അതിൻ്റെതായ സമയവും ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയവും വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കല്യാണം പ്ലാൻ ചെയ്ത് നടത്താൻ ഏകദേശം ഒരു എത്ര സമയം വേണം? ഒരു 3-4 മാസത്തെ സമയം മതി. ഇനിയിപ്പോൾ ഒന്ന് പ്രസവിക്കാനാണെങ്കിൽ ഒരു 9 മാസത്തെ സമയം മതി. പക്ഷേ ഇതിനേക്കാളും ഒക്കെ പെടാപ്പാടാണ് ഒരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്ത് നടത്താൻ. ഞങ്ങൾ തന്നെ കഴിഞ്ഞ 2.5 വർഷം പ്ലാൻ ചെയ്തിട്ട് ഇതേ ഇന്നലെയാണ് നടന്നത്. ഈ പ്ലാനിങ്ങിന്റെ ആദ്യത്തെ ഘട്ടം എന്ന നിലയ്ക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങളും 10ലെ കൂട്ടുകാരെല്ലാം ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, 10ലെ തത്തകൾ. അന്നത്തെ ദിവസം രാത്രി ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഗ്രൂപ്പിൽ തത്തകൾ മാത്രമല്ല, നല്ല ഒന്നാന്തരം കോഴികളും ഉണ്ടെന്ന്. ഈ മാടപ്രാവിന്റെ പ്രൊഫൈൽ പിക്ചറും ഇട്ട് കാടക്കോഴിയുടെ സ്വഭാവം. നമ്മളെ ആദ്യമൊക്കെ ഈ ഗ്രൂപ്പിലെ ഗെറ്റ് ടുഗെദറിനെ കുറിച്ച് മാത്രമായിരുന്നു കേട്ടോ സംസാരം. പിന്നെ അത് അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പായി. പുൽത്തൈലം, ഏലാദി ടാബ്ലറ്റ് ഇതൊക്കെ വിൽക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് സഹായഹസ്തങ്ങൾ അന്വേഷിക്കുന്ന കാരുണ്യ ഗ്രൂപ്പായി. പിന്നെ ഇപ്പൊ സകല കുട്ടികളുടെയും പാട്ട്, ഡാൻസ്, കലാപരിപാടി ഇതെല്ലാം ഇടുന്ന ഒരു ബാലസംഘം ഗ്രൂപ്പായി മാറി. ഞാൻ പക്ഷെ സമ്മതിച്ചില്ല. ഞാൻ വീണ്ടും ഇതെല്ലാം തിരിച്ചു പിടിച്ച് ഞങ്ങളുടെ ഗെറ്റ് ടുഗെദർ പ്ലാനിങ് നടത്തി അതങ്ങ് നടത്തി. സത്യം പറയാലോ, എല്ലാവരും മാറിപ്പോയി. പണ്ട് ആധാർ കാർഡിലെ ഫോട്ടോ പോലെ ഇരുന്നവന്മാരൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്റർ ഇട്ടെടുത്ത ഫോട്ടോയുടെ അത്ര ക്ലാരിറ്റി ആയി. ഈ രൂപം മാത്രമല്ല കേട്ടോ, സ്വഭാവം അടപടലം മാറി. പണ്ടേ PT സാറ് വന്ന് ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് പോക്കറ്റിൽ ഇരുന്ന് ഒരു പാക്കറ്റ് ഹാൻഡ്സ് പൊക്കി കാണിച്ചു ഒരുത്തനുണ്ടായിരുന്നു. അവനിപ്പോ ആരാന്നറിയോ? അവനിപ്പം വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറാ. അതുപോലെ തന്നെ സകല ചോറ്റുപാത്രത്തിലും കൈയിട്ട് വാരി പൊരിച്ച മീനും ചമ്മന്തിക്കും വരെ അടിയുണ്ടാക്കിയിരുന്ന തീറ്റി സൂരജ് ഇപ്പൊ ഡയറ്റീഷ്യൻ സൂരജായി. ഈ പെൺകുട്ടികളിലും ഉണ്ടോ കേട്ടോ ഇമാതിരി മാറ്റങ്ങള്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ യൂണിഫോം സ്ലീവ്ലെസ് ആക്കാൻ വേണ്ടി സത്യാഗ്രഹം ഇരുന്നവള് ഇന്ന് പർദ്ദ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുത്തനൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തതിന് കരഞ്ഞ് ബഹളം വെച്ച് TC വാങ്ങി പോയവള് ഇന്നലെ ഇൻസ്റ്റേറ്റ് അവളെ ബിക്കിനി ഇട്ട ഫോട്ടോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യാൻ പറയുന്നു. എന്താ പൊന്നോ, എന്തൊരു മാറ്റം. ഇവളെ കുറിച്ച് ഇങ്ങനെ ഒരു ഒറ്റ വാക്കി പറഞ്ഞാൽ തീരൂല കേട്ടോ രമേശ് ചേട്ടാ. ഇവളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇവള് പണ്ട് ഭയങ്കര പാവമായിരുന്നു. ഇവള് സംസാരിക്കുന്നത് തന്നെ ഭയങ്കര പതുക്കെ സംസാരിക്കുക. എല്ലാത്തിനും ഒരേ ശ്രുതിയാ, ഒരേ പിച്ചാണ്. ഉദാഹരണത്തിന്, ലിയ നീ ഹോംവർക്ക് ചെയ്തായിരുന്നോ? എടി ആ സാറ് എന്തൊരു തല്ലായിരുന്നല്ലേ, നമുക്ക് ടൂറ് പോയിട്ട് അടിച്ച് പൊളിക്കണ്ടേ. ഇങ്ങനെ എല്ലാത്തിനും ഒരേ ശ്രുതിയാ, ഡയാന സംസാരിക്കുന്ന പോലെ. അപ്പൊ ഇവൾ ഒരു ദിവസം സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വീണു.
2 ദിവസം എടുത്ത് ഇവളെ ഒന്ന് പുറത്തെടുക്കാൻ. നിങ്ങൾ വിചാരിക്കും ടാങ്കിന് ആഴം കൂടിയിട്ടാന്ന്. അല്ല, ഇവൾ ഇതിനകത്ത് വീണിട്ടും ഇതേ ശ്രുതിയിലാണ് രക്ഷിക്കണേ രക്ഷിക്കണേ, ആരെങ്കിലും ഒന്നെന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവക്ക് ശ്രുതിയാണ് പ്രശ്നമെങ്കിൽ മറ്റൊരുത്തിയുണ്ട്, അവക്ക് മോഡുലേഷനാണ് പ്രശ്നം. അവൾ ഉദ്ദേശിക്കുന്ന ഒന്നാണെങ്കിൽ അത് പറഞ്ഞു വരുമ്പോൾ വേറെ രീതിയിലാവും. അവളിത് ഇന്നലെ എന്നോട് സംസാരിച്ച രീതി ഞാൻ ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരേ. രമേശ് ചേട്ടാ എന്നോട് ചോദിക്കണം, മോളെ ഭർത്താവ് എന്ത് ചെയ്യുന്നു, കൂടെ വന്നിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചേ. മോളെ ഭർത്താവ് എന്ത് ചെയ്യുന്നു, കൂടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പോകും. അവൾ ഉദ്ദേശിച്ചത് തിരക്കാണ് പോകുമെന്നാണെങ്കിലും ഇത് കേൾക്കുന്ന ആണുങ്ങൾക്ക് ചിലപ്പോൾ ഒരു സൂചനയാണോ ക്ഷണമാണോ എന്നൊക്കെ തോന്നിപ്പോകും. അമ്മാതി മോഡുലേഷനാണ് അവളുടെ. അങ്ങനെ ഏകദേശം എല്ലാവരും ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുത്തൻ മാത്രം സ്റ്റേജിന്റെ ബാക്കിൽ നിന്നിട്ട് 96-ലെ വിജയ് സേതുപതി കളിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ അവന്റെ കയ്യിലാണെങ്കിൽ ഒരു മയിൽപ്പീലി ഉണ്ട്. എന്താടാ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറയാ, ഇത് പണ്ട് നമ്മുടെ ക്ലാസ്സിലെ നിമ്മി തന്നിട്ട് പോയതാ. അവൾ ഇത് തന്നിട്ട് പറഞ്ഞു, എടാ നീ ഇത് സൂക്ഷിച്ചു വെക്കണം, ഇത് പ്രസവിച്ച് 2 ആവുന്നതിൻ്റെ അന്ന് നമ്മൾ 1 ആവുമെന്ന്. അങ്ങനെ 12 വർഷമായിട്ട് അവനത് പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിമ്മി വന്നു. ഇവൻ പ്രതീക്ഷിച്ചത് 96-ലെ തൃശ്ശയാണെങ്കിലും വന്നത് ഗോഡ് ഫാദറിലെ ലളിത ചേച്ചിയാ. കയ്യിലും ഒക്കത്തൊക്കെ ആയിട്ട് ഒരു 5-6 പിള്ളേര്. അപ്പോഴാണ് ഒരു സേതുപതി ആവാൻ നിന്ന് അവനെ എനിക്കിപ്പോൾ ഒരു ആയ മതിയെന്നും പറഞ്ഞ് 2 കുട്ടികൾ അവൻ്റെ കയ്യിലും കൊടുത്തിട്ട് അവൾ അങ്ങ് പോയി. അപ്പോഴാണ് അവന് മനസ്സിലായത് വന്ധ്യത ബാധിച്ച മയിൽപ്പീലി കൊടുത്ത് അവൾ അവനെ തേച്ചതാണെന്ന്. സാധാരണ നമ്മുടെ നാട്ടുനടപ്പനുസരിച്ചിട്ടേ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഹിറ്റ് പടം റിലീസ് ചെയ്യും, ഉടനെ തന്നെ 2ാമത്തെ ഹിറ്റും കൂടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അങ്ങ് നിർത്താറാണ് പതിവ്. പക്ഷേ ഇവളുടെ ഭർത്താവ് ഒരു രാജമൗലിയാന്ന് തോന്നുന്നു, അടുപ്പിച്ച് 5-6 ഹിറ്റ്. അവസാനത്തെ ആണെങ്കിൽ RRR 3 എണ്ണം. ഈ ബഹളത്തിന്റെ ഇടയ്ക്കുണ്ട് ഏതോ ഒരു അമ്മാവൻ കയറി വരുന്നു. ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ല, പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോ അത് ആരാ ഞങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു ചേട്ടൻ 9 തോറ്റ് തൊപ്പിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 6-ലെത്തിയപ്പോഴും 9 തന്നെ, 7-ലെത്തിയപ്പോഴും 9 തന്നെ. അവസാനം 9ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ പുള്ളി ഞങ്ങളുടെ ക്ലാസ്മേറ്റും ആയി, ഞങ്ങളുടെ കൂടെ 10-ലോട്ട് പാസ്സുമായി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ബാച്ചിനോടുള്ള സ്നേഹം കൊണ്ടാന്ന്. അല്ല, ആ വർഷം മുതലാണ് യൂണിഫോം പാവാട മാറ്റി ചുരിദാറാക്കിയത്. അപ്പോഴാണ് പുള്ളിയുടെ നോട്ടം പാവാടയെന്ന് മാറി പാഠപുസ്തകത്തിലേക്കായത്. അങ്ങനെയാണ് പാസ്സായത്. ഈ പുള്ളിയുടെ മുടിയൊക്കെ പോയി ഭയങ്കര കഷണ്ടി ആയിരിക്കുന്നു കേട്ടോ. കണ്ടപ്പോൾ വിഷമം തോന്നി. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റി ചേട്ടാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയാ, എടി ഒരു 30 വയസ്സ് വരെ നല്ല നെൽപ്പാടം പോലെ നിന്ന മുടിയാ, പിന്നെ അത് ഞാറ് നട്ട പോലായി, ഇപ്പം അതെ കൃഷി ഇറക്കാത്ത തരിശുഭൂമി പോലെ ആയെന്ന്. അല്ലെങ്കിലും സാധാരണ ആണുങ്ങൾക്ക് 2 രീതിയിലാണ് കഷണ്ടി. ഒന്ന് ഫ്രണ്ടിൽ നിന്ന് തിരമാല പോലെ, മറ്റൊന്ന് സെൻറ്ററിൽ നിന്ന് ചുഴലിക്കാറ്റ് പോലെ. പക്ഷേ ഈ പുള്ളിക്ക് തിരമാലയും ചുഴലിക്കാറ്റും ഒരുമിച്ച് വന്ന ഒരു പ്രളയബാധിത പ്രദേശം പോലെയായിരുന്നു. അങ്ങനെ എല്ലാവരും എത്തി പരിപാടി ഞങ്ങളുടെ ആട്ടവും പാട്ടവും ഒക്കെ തുടങ്ങുന്നതിന് മുന്നായിട്ടേ സ്ത്രീ സുരക്ഷാ പ്രവർത്തകനും സർവോപരി ഞങ്ങളുടെ സഹപാഠിയുമായ സുനീറിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, കുഞ്ഞമ്മയാണ്, വല്യമ്മയാണ്, അമ്മൂമ്മയാണ്. അവൻ പറയാത്ത അമ്മമാരൊന്നുമില്ല. ഇവൻ പകല് സ്ത്രീ അമ്മയാണ്, പെങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയും ചെയ്യും. രാത്രി ഒരു 10-10:30 ആകുമ്പോൾ ഈ അമ്മവങ്ങന്മാർക്കെല്ലാം ഏത് ഡ്രസ്സായിട്ടിരിക്കുന്നേ ഇങ്ങനെയുള്ള കുൽസിത മെസ്സേജ് വരും. അല്ലേലും ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണ കോഴികളൊക്കെ കൂവുന്നത് നേരം വെളുക്കുമ്പോഴാണെങ്കിൽ ഇവന്റെ ഉള്ളിലെ കോഴി കൂവുന്നത് നേരം ഇരുട്ടുമ്പോഴാ. അയ്യോ, ഇവനെ കോഴി എന്നൊന്നും പറഞ്ഞ് നമ്മൾ അപമാനിക്കാൻ പറ്റില്ല. ഇവൻ കാടയാണ്, കാട. 1000 കോഴിക്ക് 1/2 കാട എന്നാണല്ലോ. അല്ലെങ്കിലും നമ്മൾ ഇവനെ മാത്രം അങ്ങനെ കുറ്റം പറയരുത് കേട്ടോ. കാരണം ഈ കുരുമുളക് വള്ളിയിൽ കുന്തിരിക്കം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഇവന്റെ അച്ഛൻ ഇതിനേക്കാൾ വലിയ കോഴിയായിരുന്നു. പണ്ട് സ്ത്രീ പുരുഷ സമത്വം ഇനിയും വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖല ഏതാന്ന് ചോദിച്ചപ്പോൾ കുളിക്കടവ് എന്ന് പറഞ്ഞ അച്ഛന്റെ മോനാണ് ഇവൻ. അപ്പൊ പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. അങ്ങനെ എല്ലാവരും എത്തി, ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. എൻ്റെ പഴയ കൂട്ടുകാരെ ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ബിരിയാണി ചെമ്പ് പൊട്ടിച്ചപ്പോൾ പണ്ടുണ്ടായിരുന്ന അതേ ആവേശം, ആർത്തി, ആക്രാന്തം എല്ലാം അവരിലുണ്ട്. ഇവർ ഫുഡ് കഴിക്കുന്നത് CCTV-യിലൂടെ ഹോട്ടലുകാരൻ എങ്ങാനും കണ്ടാ വിചാരിക്കും 10 ദിവസം പട്ടിണി കിടക്കുന്ന പട്ടിക്ക് ബിരിയാണി കിട്ടിയതാണെന്ന്. അമ്മാതിരി ഫീറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ 50 കിലോമീറ്ററുള്ള ഞാൻ വരെ വീടെത്തിയിട്ടും 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവളുമാരൊന്നും വീടെത്തിയിട്ടില്ല. അപ്പോഴാണ് ഇവളുടെ ഭർത്താക്കന്മാരൊക്കെ വിളിച്ച് എന്നെ ചീത്ത. ഞാനപ്പോൾ ഫോണെടുത്ത് ഞങ്ങളുടെ 10-ലെ തത്തകൾ നോക്കിയപ്പോഴേ അതിനകത്ത് 5-6 ഫോട്ടോസ്, അതിൻ്റെ അടിയിൽ ഒരു അടിക്കുറിപ്പും. ഗെറ്റ് ടുഗദറിന് വന്നു, ഞങ്ങളിപ്പോൾ ലിവിങ് ടുഗദറിലായി എന്ന്. താങ്ക് യു. ക്ലിയർ.
പറഞ്ഞാൽ ഈ ഒരു അടുത്ത കാലത്ത് ഒരു 6-7 വർഷമായി കാണുമല്ലോ ഈ ഒരു ഗെറ്റ് ടുഗെദർ, അതിന് വേണ്ടിയിട്ടുള്ള വാട്സാപ്പ് കൂട്ടായ്മകൾ, ഇതൊക്കെ വളരെ സജീവമായി തുടങ്ങിയിട്ട് അല്ലേ അടുത്ത കാലത്താണ്. അപ്പൊ ശരിക്കും നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് ലിയ പ്രസന്റ് ചെയ്തത്. അടിപൊളിയായിരുന്നു. ചോദിക്കട്ടെ, ഇതിൽ പറഞ്ഞിരുന്നതൊക്കെ ശരിക്കുള്ള ആൾക്കാരെ കുറിച്ചാണോ, അല്ലെങ്കിൽ സത്യമുണ്ടോ? ചെറുതായിട്ട് സത്യമുണ്ട്. പിന്നെ ഉണ്ട്. കാരണം രമേശേട്ടൻ നല്ല കഥ രീതിയിൽ പറയുമ്പോ roast ചെയ്തതുപോലെ ഓരോ തോന്നി, അല്ലേ? പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ചേർത്തല്ലോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്തു. സൂപ്പർ ആയിരുന്നു. അടിപൊളി പെർഫോമൻസ് ചേട്ടാ. ലിയ ചേട്ടാ വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. ഇത് താൻ സ്വന്തമാണോ സ്ക്രിപ്റ്റ്? ഇത് സ്വന്തമാണ്. ഇത്രയും സ്ക്രിപ്റ്റുകൾ താൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ താൻ എഴുത്തിലും വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വളരെ കൂടുതൽ ശ്രദ്ധിക്കാവുന്നതാണ്. തൻ്റെ നർമ്മങ്ങളെല്ലാം വളരെ നല്ലതാണ്, അതിൻ്റെ വഴികൾ നല്ലതാണ്. ഒരു വിഷയം പിടിച്ചിട്ട് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതോർത്തത്, അത് പറഞ്ഞപ്പോഴാണെന്നൊക്കെ പറഞ്ഞ് ആ വഴി ഈ വഴി ഒന്നും പോകാതെ അതിൻ്റെ ഒരു മെയിൻ നൂലിൽ കൃത്യമായി കോർത്ത് പോവുക, കൃത്യമായ ഇടവേളകളിൽ നർമ്മം ഉണ്ടാവുക. ഒരു വലിയ കഥ പറഞ്ഞ് അതിൻ്റെ അവസാനം ഒരു നർമ്മം ഉണ്ടാക്കാനല്ല, പോകുന്ന വഴികളിൽ മുഴുവൻ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചിട്ട പോലെ തമാശകൾ നിറച്ചു വെച്ച് അതിഗംഭീരമായ ഒരു പ്രകടനമായിരുന്നു. ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖലയിലൊക്കെ ഉറപ്പായിട്ടും താൻ ഇപ്പോൾ പോകുന്ന ഇതേ ഒരു ത്രോട്ടിൽ ഇതേ ഒരു സെൻസിൽ പോവുകയാണെങ്കിൽ വലിയ താമസമില്ലാതെ ഒരുപാട് ഉയരങ്ങളിൽ എത്താവുന്ന ഒരു പ്രതിഭ തന്നെയാണ് കേട്ടോ. വളരെ ഗംഭീരമായി. ലിയയെ പോലുള്ളവർ വരുമ്പോഴാണ് ഒരു പരിപാടി കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരണമെന്നൊക്കെ തോന്നുന്നതും. അത്രയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു കംപ്ലൈന്റും തോന്നിയില്ല. വളരെ നന്നായിട്ട് തോന്നി കേട്ടോ. ലിയ ഒരു ദിനത്തങ്കട പെർഫോമൻസ്. എന്താ പറയാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിയയുടെ പെർഫോമൻസ് ആലോചിക്കായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് ക്ലാരിറ്റി ഉണ്ടായി. ആ പ്രസന്റേഷനും ആ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്തതും ഒക്കെ അതിന് പ്രധാന കാരണം ലിയ തന്നെയാണ്, ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാരിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷു പറഞ്ഞ പോലെ നല്ലൊരു സ്പേസ് നമുക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുക സ്ക്രിപ്റ്റിങ്ങിന്റെ മേഖലയിലേക്ക്. എന്റെ ആഗ്രഹം അതാണ്, ഞാൻ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ ചെയ്യണമെന്ന്. താൻ നല്ല സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കഴിയുമ്പം അതിനോട്ട് ഇപ്പൊ ഒരാളോട് ഒരു കഥ പറയാൻ പോകണം എന്നൊക്കെ ഒരു ആവശ്യമൊക്കെ വന്നാൽ പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല സ്വയം അടിപൊളി അടിപൊളി. അപ്പോൾ ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഇനിയും നല്ല നല്ല പെർഫോമൻസസ് ചെയ്യാൻ ലിയയ്ക്ക് പറ്റട്ടെ. ഇപ്പൊ ഈ ഗെറ്റ് ടുഗദറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ലിവിങ് ടുഗദറിലേക്ക് മാറി എന്നല്ലേ പറഞ്ഞത്. ലിയയ്ക്ക് ചുറ്റുപാടിൽ നിന്നും ഇനിയും നല്ല തോട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. സൂപ്പർ. ഈ നേരത്തെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കഥ പറഞ്ഞപ്പോ ഒരു ഹാൻസിന്റെ കാര്യം പറഞ്ഞല്ല, അതിനെ പ്രൊമോട്ട് ചെയ്യണതാന്ന് പറയരുത്. ഇതുപോലത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നതാണ്. അപ്പൊ ഈ സാധനം വയ്ക്കണ ഒരു യൂണിയൻകാരനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ കല്ലിറക്കാൻ വരുമ്പോ യൂണിയൻകാർ ഇടയ്ക്ക് അങ്ങോട്ട് പോകും, ഇടയ്ക്ക് തിരിച്ചു വരും. അപ്പൊ ഒരു കടയിലാണ് ഇരിക്കണേ. ഈ കടക്കാരന്റെ ഈ ഓടിന്റെ ഇടയിലാണ് ഇത് തിരികെ വയ്ക്കണേ. അപ്പൊ ഈ ഒരു ദിവസം ഇയാളിത് വെച്ചിട്ട് ഇതിന്റെ ഓടിന്റെ ഇടയിൽ തിരികിട്ട് പോയി കഴിയുമ്പോൾ ഈ കടക്കാരൻ എന്ത് ചെയ്തു, അത് തുറന്നിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് വെച്ചു, അവിടെ തന്നെ വെച്ചു. ഇയാൾക്ക് ഇത് അറിഞ്ഞുകൂടാ. ഇയാൾ വന്നിട്ട് തന്നെ ഈ പണി കഴിഞ്ഞ് വന്നിട്ട് ഇതിങ്ങനെ വായിൽ വെച്ചു. അപ്പൊ എല്ലാവരും ഇയാളെ നോക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോണേന്ന്. ഇയാൾ അപ്പം തന്നെ സൈക്കിൾ എടുത്തിട്ട് ഒരൊറ്റ പോക്കാ പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വാള് പോലെ ഇത്ര നീളത്തിൽ ഇത് കഴുത്തേ കൂടെ ഇട്ടുണ്ട് വരാ. അപ്പൊ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചപ്പോൾ ഇത്രയും സ്ട്രോങ് ഉള്ളത് വിറ്റ് പോണേന് ഇപ്പോൾ മേടിച്ചിട്ട് വന്നാന്ന്. എന്റെ സഹപാഠികള് കുറച്ച് പേര് കോയമ്പത്തൂർ പഠിക്കാൻ പോയി. അപ്പൊ ഞങ്ങളൊക്കെ ആർട്സ് കോളേജ് റെഗുലറായിട്ട് പോയി. 3-4 പേര് മാത്രം അന്ന് കോയമ്പത്തൂർ ഈ ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ ഇങ്ങനെയുള്ള കോഴ്സൊക്കെ പഠിക്കാൻ പോയി. അവരവിടെ ഒരു വീടെടുത്ത് താമസിക്കുന്നിടത്ത് ഞങ്ങൾ ഇതുപോലെ വാടകയ്ക്ക് താമസിക്കാൻ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ സുഹൃത്തായിട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ പോയപ്പോൾ അന്ന് നല്ല ഹാൻസ് വെപ്പുകാരൻ, നിങ്ങൾ ഈ രോമാഞ്ചത്തിൽ കാണുന്നുണ്ടല്ലോ അതുപോലെ ഒരുത്തരുണ്ട്. സ്ഥിര ഹാൻസ് ഒളിപ്പിച്ച് എല്ലായിടത്തും കുളിമുറിയിൽ ഒരെണ്ണം കാണും, അവിടെ ഒരെണ്ണം കാണും, ഇങ്ങനെ ഇതിങ്ങനെ തിരുമ്മി ചുണ്ടിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ സുജിത്ത് എന്ന് പറയുന്നത് കുരുമുളക് നല്ലോണം പൊടിച്ചിട്ട് ഇവൻ്റെ ഹാൻസിനകത്ത് നിറച്ച് മിക്സ് ചെയ്ത് വെച്ചു. അപ്പം ഇത് വെച്ച കാര്യം ഞങ്ങൾ മുറിയിലിരിക്കുന്ന 4 പേർക്കും അറിയാം, ഇവൻ അറിയത്തില്ല. ഇവൻ വന്ന് അതെടുത്ത് എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഇങ്ങനെ തിരുമ്മിട്ട് എല്ലാവരും TV കണ്ടോണ്ടിരിക്കുക ഹോളിൽ. ഇവനത് ചുണ്ടിനകത്ത് വെച്ചിട്ട് പിന്നെ എരിയാൻ തുടങ്ങിയപ്പോൾ ഇവൻ്റെ എക്സ്പ്രഷൻ മാറി. ഇവനിങ്ങനെ കിറിയൊക്കെ ഇങ്ങനെ കുരങ്ങൻ്റെ മുഖം കാണിച്ചിട്ട് പതുക്കെ ചിരിക്കാൻ, ഞാൻ ചിരിക്കാൻ കണ്ടിട്ടേ ഇവൻ അടുക്കളയിൽ പോയിട്ട് ഒരു പിടി മുളക് പൊടി എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഹോളിൽ ഹൂ എന്ന് പറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞിട്ട് ഓടി. ഞങ്ങൾ 5 പേര് TV കാണും. എൻ്റെ പൊന്നെ, ഞാൻ ഓടി രക്ഷപ്പെട്ടു. 2 കൂട്ടുകാരനൊക്കെ 3-4 ദിവസം ഉപ്പനിരിക്കുന്ന പോലെ ഇരുന്ന മുളക് പൊടി കണ്ടിപ്പോയിട്ട്
ഹോസ്പിറ്റലിൽ പോയാൽ പോലും രക്ഷയില്ല. മയക്ക് ബോധം കെടുത്തി കിടത്താന്നാണ് അവർ പറയുന്നത്. അല്ലാതെ ഇത് കഴുകി കളഞ്ഞൊന്നും നിങ്ങൾക്ക് ചുവ്വാല് വേണം ബോധം കെടുത്തി തരാം ഒരു 10 മണിക്കൂർ ആവശ്യപ്പെട്ട. അതുപോലെ ഒരു പിടി മുളക് പൊടി പാക്കറ്റ് കൊണ്ടുവന്നിട്ട് കണ്ണടച്ച് ബെതറിയിട്ട് ഇവൻ പൊക്കളഞ്ഞ്. സിജോ എന്നാണ് അവന്റെ പേര്. എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സിജോ നീ ചെയ്തത്. ഇനി അടുത്തതായി നമുക്ക് സാൻഡ്രയുടെ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് കാണാം. ഓവർ ടു ഹർ പെർഫോമൻസ്. ഹായ്, ബൈ ദ വേ, ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ സാധാരണ ഇട്ടുകൊണ്ട് നടക്കുന്ന എൻ്റെ ഷോർട്സ് അല്ലെങ്കിൽ ലൈക്ക് സ്ട്രൈപ്പുള്ള ജീൻസൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ മോനെ, എന്തായാലും നീ ഒരു 4 ആൾ കാണുന്ന പരിപാടിക്കൊക്കെ പോകുന്നതല്ലേ, നീ ഒരു സാരിയൊക്കെ എടുത്തോണ്ടൊക്കെ പോവാ, എന്തായാലും ആരെങ്കിലും ഒക്കെ കാണുന്നതിൽ വല്ല കല്യാണാലോചനയൊക്കെ വന്നാൽ നമുക്ക് നിന്നെ അങ്ങ് കെട്ടിച്ചും വിടാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ മനസ്സില്ല മനസ്സോടെ സാരി എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആക്ച്വലി എനിക്ക് കുറേ സാരി കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, സാരി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പാവാട കണ്ടില്ല. അപ്പോൾ ഞാൻ നൈസായിട്ട് എന്ത് ചെയ്തു, കയ്യിൽ കിട്ടിയ ഒരു പാൻറ് എടുത്തിട്ട് ഞാൻ ഇട്ടു. അതിൻ്റെ മണ്ടയ്ക്കാണ് ഞാൻ ഈ സാരി എടുത്തേക്കുന്നത്. ഇതെങ്ങാണ്ട് ഉരിഞ്ഞു പോയാലും നിങ്ങളൊന്നും വിചാരിക്കരുത്, അടിയിൽ പാൻറ്റുണ്ട്, അടിയിൽ പാൻറ്റുണ്ട്, ആരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹായ്, ഹലോ, നമസ്കാരം, ഞാൻ സാൻഡി, ഞാൻ വീട്ടിലെ വാഴ, അമ്മയുടെ വാവ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ വാവ എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് ഒരു 2 വർഷമായപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത ചേച്ചി, അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ ചേച്ചി, അത് കഴിഞ്ഞൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ എൻട്രി, ദ ഗ്രാൻഡ് എൻട്രി. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് അത്രയും നാൾ കഴിഞ്ഞിട്ട് കിട്ടിയ കുട്ടിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും കരുതലും എല്ലാം എനിക്കുണ്ട്. അപ്പോൾ ആ സംഭവം ഉള്ളതുകൊണ്ട്, അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടാറ്, ആരാണ് ഏറ്റവും കൂടുതൽ ഏറിപ്പോവാറ്? ഞാനാണ് ഏറ്റവും കൂടുതൽ ഏറിപ്പോവാറ്. അപ്പോൾ ദാറ്റ് ഈസ് ദ വാഴ കഥ. വീട്ടിൽ അങ്ങനെയാണ് ഞാൻ. അപ്പോൾ എന്താ പറയുക, ആക്ച്വലി വീട്ടിൽ ഈ നല്ല രീതിയിൽ പഠിച്ച് പിന്നെ ജോലി കിട്ടാതിരിക്കുന്ന യുവജനങ്ങളെ എന്തുകൊണ്ട് വാഴ എന്ന് സംബോധിക്കുന്നു, പറയുന്നു എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാര്യം വാഴയുടെ കുറേ ഗുണങ്ങളുണ്ടല്ലോ. എനിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിണ്ടി എടുത്ത് വേണമെങ്കിൽ നമുക്ക് തോരൻ വെക്കാം, അതിൻ്റെ ഇല എടുത്ത് വേണമെങ്കിൽ നമുക്ക് സദ്യ ഉണ്ണാം, അങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു പ്ലാന്റിനെ നമ്മൾ അങ്ങ് എന്താ പറയുക, നീ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണോ എന്താ പാവം ആ ഒരു പ്ലാന്റ്. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ +2 ഒക്കെ പാസ്സായി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ ഞാനാണെങ്കിൽ നൈസായിട്ട് ഈ എന്താ പറയുക, ആ ടൈമിൽ 2020 ആണ് കേട്ടോ, കൊറോണയുടെ ടൈമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് വീഡിയോ ഒക്കെ ഇട്ടു കേട്ടോ, 18 സബ്സ്ക്രൈബേഴ്സും കിട്ടി. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, എന്താണ് ഞാൻ അടുത്ത കണ്ടന്റ് ഇടുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഇപ്പോൾ അത് ട്രെൻഡാണ് കേട്ടോ, പക്ഷെ അന്ന് ഞാനൊരു വീഡിയോ ഉണ്ട്, ഫ്രണ്ടിൻ്റെ മസനഗുഡി വഴി ഊട്ടിക്ക് ഒരു യാത്ര. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, ഓക്കെ മൈൻഡ് സെറ്റാക്കി, ഞാനാണെങ്കിൽ ഇനി അങ്ങനെയാണെങ്കിൽ മസനഗുഡി വഴി ഊട്ടിക്ക് ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് ഞാനാണെങ്കിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ഞാനാണെങ്കിൽ ഫോൺ എടുത്തു, എന്നിട്ട് ഹലോ ഗായ്സ്, ഞാനിപ്പോൾ അടുത്തതായി പോകാൻ പോകുന്നത് മസനഗുഡി വഴി ഊട്ടിക്ക് പോകണം ഗായ്സ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ക്യാമറയുടെ സൈഡിൽ എൻ്റെ പോരാളി ഇരിക്കുന്നു. അവിടെ സൈഡിൽ പുള്ളിക്കാരി ഇങ്ങനെ മുറ്റമൊക്കെ തൂത്തിട്ട് ചൂലൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ നിന്നപ്പോഴത്തേക്ക് അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എടാ മോനെ എങ്ങോട്ടാ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ മസനഗുഡി വഴി ഊട്ടിക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറയാണ്, +2 നീയും അപ്പുറത്തെ രമണിച്ചയുടെ മോളും ഒരേപോലെ പാസ്സായി, 2 പേർക്കും ഒരേപോലെ മാർക്ക് കിട്ടി. 2 പേരും ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അവൾ നീറ്റ് എഴുതാൻ പോയി, അവൾക്ക് മാർക്ക് കിട്ടി, അവൾക്ക് റാങ്ക് കിട്ടി, അവളുടെ ഫ്ലെക്സ് വീടിൻ്റെ വെളിയിലും വെച്ച് അവൾ കോളേജിലും പോയി. നീ ആ സമയത്ത് മസനഗുഡി വഴി ഊട്ടി കയറിപ്പോടി മാറി എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാനൊന്നും നോക്കിയില്ല, ഞാൻ വീട്ടിലില്ലാത്തോട്ട് കയറിപ്പോയി. പക്ഷെ ട്രിപ്പ് എന്തായാലും പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അതുവഴി വീടിൻ്റെ ബാക്ക് വഴി അടുക്കള വഴി ഞാൻ നൈസായിട്ട് റേഷൻ കടയിലോട്ട് ഒരു യാത്രയ്ക്ക് പോയി. അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാൻഡി ശരിക്കും വീട്ടിലെ 3ാമത്തെ കുട്ടിയാണോ? 3 പേരിൽ ഏറ്റവും കൂടുതൽ കുസൃതി ഉള്ളയാൾക്കാണോ?
ആണ്. അപ്പോ സാൻഡിയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. രമേശേട്ടാ. സാൻഡി അത്യാവശ്യം രസമുള്ള പ്രകടനമായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. താൻ വന്നപ്പോൾ പറഞ്ഞതുപോലെ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യുക എന്നൊരു ബക്കറ്റ് ലിസ്റ്റിൽ എഴുതിയിടുകയും അതിനിറങ്ങി പുറപ്പെടുകയും അതിനുവേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നതൊരു വലിയ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതിനെന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാരും അത് വളരെ പേഴ്സണലായിട്ട് ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ. ഇങ്ങനെ ചെയ്യില്ല. പല ആൾക്കാർ സിനിമ പിടിക്കാൻ വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തോളൂ, വണ്ടി ബിസിനസ്സിൽ ചെയ്തോളൂ, നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തോളൂ, അതിൽ വരുന്ന എത്ര രൂപ നഷ്ടം വന്നാലും നാട്ടുകാരറിയില്ല. പക്ഷേ നിങ്ങൾ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, നിങ്ങൾ ഇതിൻ്റെ പ്രൊഡ്യൂസറാണെന്ന് നാട്ടുകാരറിഞ്ഞാൽ, നിങ്ങളുടെ എത്ര രൂപ ഇതിൽ ഇറങ്ങിയെന്നും നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്നും എത്ര രൂപ പോയി എന്നും നാട്ടുകാരറിയും. പിന്നെ എനിക്ക് ഇത്ര രൂപ കിട്ടിയെന്നൊക്കെ പറഞ്ഞാലൊന്നുമില്ല, നാട്ടുകാർ പറയും അയാളുടെ ഇത്ര കോടി രൂപ അതിനകത്ത് പോയിട്ടുണ്ട് എന്ന് എല്ലാവരും അറിയും. അതുപോലെയാണ് ഇതുപോലൊരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ ഇപ്പം നന്നായി, ഇതിനെന്ത് സംഭവിച്ചാലും നാട്ടുകാർ മുഴുവൻ അറിയും. അതിന് വലിയ പ്രത്യാഘാതമുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ. കാരണം പ്രോത്സാഹിപ്പിക്കാത്തവനും കളിയാക്കാൻ മുന്നിൽ നിൽക്കും. താൻ ആ റിസ്ക് വളരെ ഭംഗിയായിട്ട് തരണം ചെയ്തു എന്നുള്ളത് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഈ ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ തൻ്റെ മുടി ഇങ്ങനെ ആക്കുന്നതിൻ്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു. താൻ ഇപ്പം അത് ചെയ്തുമില്ല. ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് തീരുന്നവരെ അത് ചെയ്തുമില്ല. പെർഫോമൻസ് സമയത്ത് അത് ഒരുപാട് തവണ ചെയ്യുകയും ചെയ്തു. ചില ഡിസ്ട്രാക്ഷൻസിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്കത് ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നി, അത് വേണമെന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ അതിൽ താൻ ബോധർ ചെയ്യരുതായിരുന്നു. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ നല്ല പ്രകടനമായിരുന്നു കേട്ടോ. സാൻഡി ഫസ്റ്റ് ടൈം പെർഫോമൻസ് തകർത്തു. നല്ല നല്ല എനർജി ആയിരുന്നു. മോർ ഓവർ എനിക്ക് പറയാൻ ആഗ്രഹം, ഒരു അച്ചടിയിലൂടെ പോയിട്ടില്ല. വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ വന്നിട്ട് കഥ പറഞ്ഞു തരുന്ന പോലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. അതൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ സാൻഡിയുടെ. അതിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. വീട്ടിൽ വാവാന്നാ വിളിക്കണേ? എന്നെ ആയിരുന്നു. വിളിക്കില്ല വാവാന്ന്? അങ്ങനെയൊന്നും വിളിക്കില്ല. ഇപ്പൊ വേറെ പലതുമാണ് വിളിക്കുക. സ്നേഹം കൂടുമ്പോ അങ്ങനെ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ നമ്മുടെ ഈ തല്ലുള്ളിത്തരങ്ങളൊക്കെ കാണുമ്പോ വേറെ പേരുകൾ വിളിക്കും. എന്തുകൊണ്ടായിരിക്കും വാഴാന്ന് ഉള്ള ഒരു ജനറൽ ടേം? അറിയോ? ശരിക്കും അറിയോ? കാരണം താത്തയ്ക്ക് അറിയോ? എനിക്കറിയാം. എന്താ ഇങ്ങനെ ഒരു ഉപകാരം ഇല്ലാത്ത ആൾക്കാരെയാണോ ഇങ്ങനെ? വാഴ കൊണ്ട് എന്തോരം ഉപകാരം, വെറുതെ പറഞ്ഞ വാഴ കൊണ്ട് എന്തോരം ഉപകാരമുള്ള. വാഴയിൽ നിന്ന് നമുക്ക് പഴം കിട്ടും, അതുപോലെ കുടപ്പം കിട്ടും, പിണ്ടി കിട്ടും. അത് ഉപകാരം ഉള്ളത് കൊണ്ടാണ് ഈ വീട്ടിലെ വാഴ ആയിന്ന് പറയുന്നത് ഒരു പ്രയോഗം മാറി വന്നതാ. അതായത് വാഴ വെക്കാമായിരുന്നു, നിനക്കൊക്കെ പകരം ഒരു വാഴ വെക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വാഴയെ നീ ഉപകാരങ്ങളെല്ലാം കിട്ടുമായിരുന്നു. അതാണ് അങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നിനക്ക് പകരം ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ അത്രയെങ്കിലും ഗുണം കിട്ടിയേനെ എന്ന് പറയുന്നത് വാഴയായിട്ട് തെങ്ങ് വെക്കണമല്ലോ. അത് റിവേഴ്സ് ആയി പോയതാണ് വീട്ടിലെ വാഴ എന്ന് പറയുന്നത്. അപ്പൊ കുഴപ്പമില്ല, വാഴ വെക്കുന്നതിന് പകരം വാഴ വെക്കുന്നതിന് പകരം ഉണ്ടായ കുഞ്ഞ്, അതാണ് വാഴ. റിവേഴ്സ് ആണ്. അപ്പൊ അതുപോലെ എല്ലാ ഗുണഗണങ്ങളും ഇനിയും ലഭിക്കട്ടെ. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഇനി ഇവിടെ വരണം കേട്ടോ. ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണെങ്കിലും ഡെഫിനറ്റ്ലി യു ക്യാൻ ഇംപ്രൂവ് എ ലോട്ട്. പിഷു നേരത്തെ പറഞ്ഞില്ലേ, റിസ്ക് എടുത്തിട്ട് വന്നു. ഇതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്, പിഷു നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പൊ ഇനി റിസ്കുകൾ എടുത്ത് എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങൾ ഇനിയും വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പോകണം. സാൻഡി, കൺഗ്രാറ്റുലേഷൻ. ഈ വാഴയുടെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് മനുഷ്യനെ പട്ടിന്ന് ചീത്ത വിളിക്കുന്നത്. നീ ഇവിടെ പട്ടി എന്നൊക്കെ പറയുമല്ലോ. അയ്യോ, പട്ടിയെ പോലെ ഒരു സെൽഫ് ചിന്തയില്ലാത്ത നിരുപാധികം സ്നേഹിക്കുന്ന ഇത്രയും കണക്റ്റഡ് ആകുന്ന ഒരു ജീവി വേറെ ഇല്ല. ഇനി തെരുവ് നായ്ക്കളോ അത് ഇതൊക്കെ അടിക്കും, അതിപ്പോ മനുഷ്യരും നമ്മൾ ഉപദ്രവിക്കാറുണ്ട്, അത് നോക്കാൻ പറ്റില്ല. അല്ലാതെ ഇത്രയും സ്നേഹം കാണിക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് സ്നേഹം കാണിക്കുന്ന ഒരു ജീവി ഇല്ലെങ്കിലും ആൾക്കാർ ചീത്ത വിളിക്കുമ്പോൾ പട്ടീനെ വിളിക്കും. എനിക്കതിൽ വലിയ പ്രതിഷേധമുണ്ട്. എനിക്കുണ്ട് പ്രതിഷേധം. എനിക്കുണ്ട്. അല്ല, ഞാൻ പറയണത് ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോഴേ, താത്ത അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോകണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചൈനീസ് റെസ്റ്റോറൻറ്റ് ചെന്നപ്പോ അവിടെ ഈ പട്ടിയിറച്ചിയുടെ മെനു വന്നപ്പോ അതിന്റെ അടിയിൽ എഴുതിയൊക്കെയാണ്, ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ മുതലാളിമാരുടെ കീഴിൽ അച്ചടക്കത്തോടു കൂടി സ്നേഹത്തോടെ ഇരുന്ന് ജോലി ചെയ്യുന്നു. താത്ത എന്നിട്ട് കഴിച്ചോ? ഞാൻ കഴിച്ചു. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ കഴിക്കും. കല്യാണം വരെ നമ്മൾ കഴിച്ചു. പിന്നെയാണ്. ശരി, അപ്പോ സാൻഡി, ഗുഡ് ലക്ക്. ഫസ്റ്റ് അറ്റംപ്റ്റ് അടിപൊളിയായിരുന്നു. സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? അത് എന്നോടാണോ ചോദിക്കേണ്ടേ?
നിന്നോടല്ല ചോദിക്കണം, ഞാൻ പിഷാരനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നല്ല ഞാൻ ചോദിച്ചത്. അത് നിന്നോട് ചോദിച്ചാണ് ഞാൻ പിഷാരനോട് ചോദിച്ചോട്ടെ എന്ന്. അതല്ല, ചേട്ടനോട് ചോദിക്കേണ്ട കാര്യം എന്നോട് ചോദിച്ചോട്ടെ എന്തിനാ അല്ല, ചോദിക്കുന്നത്? അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് ശരിയാവണത്? എനിക്ക് പിഷാരനോട് ചോദിക്കേണ്ട കാര്യം നിന്നോടല്ല ചോദിക്കേണ്ടത്. അത് എന്നോട് ചോദിക്കുന്നത് നേരത്തെ ചോദിച്ചാ പോരെ? എനിക്ക് എങ്ങനെ ചോദിച്ചു പിഷാരനോട് എനിക്ക് ചോദിച്ചാൽ പറ്റുള്ളൂ, അതുകൊണ്ടല്ലേ. അതിനിപ്പോ എന്നോട് ചോദിക്കുന്നത് എന്തിനാണ്? വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട കേട്ടാ. എന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന മാറി നിൽക്കാം. ഇയാള് തെറ്റു. പിഷാരടി, നമ്മളൊരു അനീതി കണ്ടു കഴിഞ്ഞാൽ ഇടപെടാണ്ടിരിക്കണത് ശരിയാണോ? ഇടപെടണം, തെറ്റ് ഇടപെടണ്ടേ? അതെ അതെ. പക്ഷെ നമ്മുടെ അനീതി കണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ചുറ്റും നിൽക്കണവർക്കാണ് പ്രശ്നം. ആ വ്യക്തിക്ക് കുഴപ്പമില്ല, എന്താ നമ്മൾ ചോദിച്ച ആ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. ഇപ്പൊ എന്താ ഉണ്ടായേ? ഏ എന്താ പ്രശ്നം ഉണ്ടായേ? രജനെ, ആ ഞാനൊരു അനീതി കണ്ടു. ആ അതിന് കാരണക്കാരനായ ഒരാളോട് ഞാൻ കയർത്ത് സംസാരിച്ചു. ആ പക്ഷെ അയാൾക്ക് കുഴപ്പമില്ല, അയാൾ എന്നോട് മിണ്ടണമില്ല. പക്ഷെ ഈ കൂടി നിൽക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അത് ചില സമയത്ത് അങ്ങനെയാ. ആ പക്ഷെ അയാൾക്ക് കുഴപ്പമുണ്ടായില്ല, അയാൾ എന്നോട് സംസാരിച്ചില്ല. എത്ര നേരം കയർത്ത് സംസാരിച്ചു? ഞാൻ ഒരു 1.5 മണിക്കൂർ അയാളുടെ അടുത്ത് നിന്ന് ഞാൻ സംസാരിച്ചു. എന്നിട്ടും അയാൾ തിരിച്ചൊന്നും മിണ്ടിയില്ല. പുള്ളി തിരിച്ചൊരു അഭിപ്രായം ഒരു അടി പോലും അടിച്ചില്ല അമ്മ അവനെ. പറഞ്ഞാൽ തീരാന്ന് പ്രശ്നോടെ ഉണ്ടായിരുന്നു. ശരി. ആ, ഇത് ആരോടെ സംസാരിച്ചേ? ഒരു മരിച്ചു കിടക്കണ പുള്ളിനോട്. ആ പുള്ളിയുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ ദോശ തന്നെനിക്ക്. ദോശക്ക് ചട്നി കൊണ്ട് തരുമല്ല. മരിച്ചാളല്ലോ തരുന്നേ, ബന്ധുക്കളല്ലേ തരുന്നേ? ബന്ധുക്കളാ തന്നത്. ആ. എന്നാലും ഇയാൾക്ക് ഉത്തരവാദിത്തമില്ല. അയാള് മരിച്ചതിന്റെ പേരിലല്ല അവരാ ദോശ കൊണ്ടോ തന്നത് നമുക്ക്. മരിച്ചു കിടക്കണ എങ്ങനെ ഇത് ശരിയാക്കി തരും? അല്ല, അങ്ങനെ സംസാരിക്കില്ല അങ്ങനെ. അല്ല, അയാള് മരിച്ചോടത്തോട്ട് വിളിക്കാണ്ട് ചെന്നതാ ഞാൻ. കാരണം എനിക്ക് അയാളെ മാത്രം പരിചയമുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ദോശക്ക് തന്ന ചട്നി പുളിച്ചതായിരുന്നു. കാലത്തെങ്ങോ ഉണ്ടാക്കി വെച്ച വളിച്ച ചട്നി എനിക്ക് തന്നേക്കണവര്. അപ്പൊ അത് നമ്മൾ ചോദിക്കണ്ടേ? ഇയാളോടല്ലാണ്ട് പിന്നെ ആരോടെ ഞാൻ ചോദിക്കും? ആ കാര്യം ചോദിച്ചോട്ടെ വിഷാരനോടെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. അത് എന്നോടാണോ ചോദിക്കണ്ടേ? പിന്നെ ആരോടെ ചോദിക്കണ്ട? വിഷാരനോട് ചോദിക്കേണ്ട കാര്യം എന്നോട് ചോദിക്കണ്ട. പിന്നെ ഞാൻ ആരോടെ ചോദിക്കേണ്ടത്? എന്നോട് വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ല, എനിക്ക് രണ്ട് സ്ഥലത്തുനിന്ന് ഈ വളിച്ച ചട്നി വന്നിട്ടുള്ളൂ. ഒന്ന് ഈ മരിച്ച വീട്ടിൽ നിന്ന്, ഒന്ന് ഇത്താടെ വീട്ടിൽ നിന്ന്. വെറുതെ അനാവശ്യം പറയരുത്. എന്താണ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വളിച്ചതും പൊളിച്ചതൊക്കെ നമ്മൾ ചക്കര ഇട്ട് കൊടുക്കും. അത് ചക്കര ഇട്ട് കൊടുത്താലും പഞ്ചാര ഇട്ട് കൊടുത്താലും വളിച്ചത് തിന്നാൻ പറ്റുമോ? ഇത്താ, ചക്കര ഇട്ട് കൊടുക്കുന്നല്ല പറഞ്ഞേ, പിഷ്ടാങ്കി കിടക്കണ സക്കറിനിട്ട് കൊടുക്കുന്ന പറഞ്ഞേ. അതല്ലെങ്കിൽ അതും തിന്നില്ലെങ്കിൽ ഞാൻ പിന്നെ കേശമാമന് കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. ഞങ്ങളുടെ വീട്ടിലെ സക്കറാണ് ഇരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ എത്ര മാന്യത ഉണ്ടായിരുന്നു വിശാല ഞാൻ മരിച്ചു കിടന്ന ആൾക്ക്. അതൊരു അക്ഷരനോട് മിണ്ടിയില്ല മരിച്ചിട്ട്. ഇത് കണ്ടോ ആ വിളിച്ചാ പറഞ്ഞേണ്ട. എന്നിട്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിച്ചേ? ഞാൻ ആ മരിച്ച വീട്ടിലൊരു കരോക്കെ ഇട്ടിട്ട് ആ ഒരു പാട്ട് അങ്ങോട്ട് പാടി. ഏത് പാട്ട്? അതിപ്പോ ഞാൻ പാടിത്തരാം. അയാൾ എഴുന്നേറ്റ് ഓടിക്കാണോ? അരച്ച ചമ്മന്തി എടുത്തു വെച്ചപ്പ വളിച്ചു പോയളിയ. ഇന്ന് കാലത്തെ ചമ്മന്തി വൈകിട്ടെടുത്തപ്പ പുളിച്ചു പോയളിയ. നല്ല സങ്കടം വന്നെനിക്ക്, ചുട്ട ദോശക്ക് ചട്നിയില്ല. 16 നടന്ന വീട്ടിൽ ബാക്കി ബാലൻസ് വന്ന ദോശ, അത് തിന്നാൻ ചാറില്ല. അരച്ച ചമ്മന്തി എടുത്തു വെച്ചപ്പ വളിച്ചു പോയളിയ. ഇന്ന് കാലത്തെ ചമ്മന്തി വൈകിട്ടെടുത്തപ്പ പുളിച്ചു പോയളിയ. തേങ്ങെട് പിന്നെ ചെരവെട് തെങ്ങ മുളകും കൂട്ടി അരക്ക്. കടുകട് ഉള്ളി അരിഞ്ഞെട് എണ്ണ വഴറ്റി കോരി വിതറ്. ഇന്ന് വാശിയോടെ ദോശ തിന്നാനാശയോ, കൂടെ സാമ്പാറിന്റെ സാന്നിധ്യം ടേസ്റ്റാക്കിയോ. പപ്പടമപ്പുറമുണ്ടേലും ദോശക്ക് മാച്ചണതേറെ. അച്ഛനും കൊച്ചനും സന്തോഷം, ദോശ തിന്നാനുള്ളൊരാശ. രമേശ ദോശ. അരച്ച ചമ്മന്തി എടുത്തു വെച്ചപ്പ വളിച്ചു പോയളിയ. ഇന്ന് കാലത്തെ ചമ്മന്തി വൈകിട്ടെടുത്തപ്പ പുളിച്ചു പോയളിയ. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും നല്ലൊരു അടിപൊളി പെർഫോമൻസ് കണ്ടതിന് ശേഷം ഇനി ഇവർക്ക് ലഭിക്കുന്ന മാർക്സ് എത്രയാണ് എന്നറിയാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സാൻഡിയുടെ മാർക്സ് അറിയാം. രമേശ് ചേട്ടാ, സാൻഡിക്ക് ലഭിച്ചിരിക്കുന്നത് 50-ൽ 44. അപ്പോ 44 രമേശ് ചേട്ടൻ നൽകുന്നു. ആൻഡ് രചന 45. 45. അപ്പോ ടോട്ടൽ 89 ഔട്ട് ഓഫ് 100. വെരി ഗുഡ്. ഓക്കെ, സാൻഡിക്ക് 89
93 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. 100-ൽ 90 or 90 above ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡൻ എൻട്രി ലഭിക്കുമായിരുന്നു. ബട്ട് ദിസ് ഇസ് ഓക്കെ. നമുക്ക് അടുത്തൊരു പെർഫോമൻസ് വേണ്ടി ചെറിയൊരു ഓഡിഷൻ കൂടി അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. എന്താ പറയാ, വരും തീർച്ചയായിട്ടും. ദാറ്റ് ഈസ് ദി സ്പിരിറ്റ്. ഇനി ലിയോയുടെ മാർക്സ് അറിയാം. രമേശ് ചേട്ടാ, 50-ൽ ലിയ അൻഷാദ് നേടിയിരിക്കുന്നത് 50-ൽ 49. 49 out of 50. അടിപൊളി. ഓക്കെ, രചന Leah, for your beautiful script, 49. 49. Oh, super. 98 out of 100. So വീണ്ടും 2 തവണ ഗോൾഡൻ എൻട്രി ലഭിച്ചിരിക്കുന്നു. ഗ്രേറ്റ് ഗോയിങ്. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ മത്സരങ്ങളിൽ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലിയയാണ്. ലിയ, കൺഗ്രാറ്റുലേഷൻസ്. പറക്കാട് ജുവൽസ് നൽകുന്ന നല്ലൊരു അടിപൊളി പ്രൈസ് ആണ് ലിയക്ക് ലഭിക്കുന്നത്. ആൻഡ് യു ഓൾസോ ഹാവ് എ പ്രൈസ്. ഓക്കെ, ഇതുവർക്ക് നൽകാനായിട്ട് നമ്മുടെ ജഡ്ജസിനെ ഒരുപാട് സ്നേഹത്തോടു കൂടി ഇതിൽ ക്ഷണിക്കുന്നു. ലെറ്റ്സ് വെൽക്കം രമേശ് ആൻഡ് രചന once again onto the stage. തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4-ൽ നിങ്ങൾ പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ funsupon@gmail.com-ലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. ആൻഡ് വിത്ത് ദിസ് നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4-ന്റെ മറ്റൊരു കളർഫുൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. Until then, bye bye.